ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാനതിന് ഒരു വലിയ 3 ക്യാരറ്റ് എന്ന് പറയാം. ഇതെൻ്റെ കയ്യിൽ ഇന്ന് ചെറിയ ക്യാരറ്റാണ്. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ചെറിയ കഷ്ണങ്ങളായി കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ വേവിച്ച് വെച്ച ക്യാരറ്റ് ഞാൻ ഇതിനകത്തോട്ട് മിക്സിയിലിട്ടത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 3 മുട്ട, 3 സ്പൂൺ പാൽപ്പൊടി, 3 ഏലയ്ക്ക, 2 സ്പൂൺ പഞ്ചസാര. ഞാനത് എടുക്കാൻ അങ്ങ് വിട്ടുപോയി. ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാനിത് അടിച്ചെടുത്തേക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. 3 മുട്ട, നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ്, 3 സ്പൂൺ പാൽപ്പൊടി, 3 സ്പൂൺ പഞ്ചസാര, 3 ഏലക്ക. ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അടിച്ച് വെച്ചതാണ്. ഞാനിവിടെ എന്താണ് ക്യാരറ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടിയാണിത്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ കപ്പലണ്ടിയാണ് ഇതിനകത്ത് ചേർക്കാൻ എടുത്തേക്കുന്നത്. പിന്നെ മുന്തിരിങ്ങയുണ്ട്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പാനിവിടെ ഞാൻ ഇത് കപ്പലണ്ടിയൊക്കെ മൂപ്പിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ തീയും കുറച്ച് വെച്ചിട്ടുണ്ട്. കരിഞ്ഞു പോവും. ഞാൻ അതിനകത്തേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്തു. മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയും ഇട്ടിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ഈ പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ അടിച്ച് വെച്ചേക്കുന്ന ഈ ക്യാരറ്റും ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അടിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റും അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്ത് ഞാൻ നെയ്യ് നല്ലോണം 4 വശവും നന്നായിട്ട് പറ്റത്ത വിധത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഒഴിച്ച് വയ്ക്കാം. ഞാൻ ഇതൊഴിച്ചിട്ടുണ്ട്. അഴിച്ച് വെച്ചിരുന്ന സാധനം ഇത് ഈ തവയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അടിയിൽ ഞാൻ പഴയൊരു തവയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. കരിഞ്ഞു പോവും അടിയിൽ പാത്രം വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. തീയും കുറച്ച് വെച്ചിട്ടുണ്ട്. തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് അടച്ച് നന്നായിട്ട് ഒരു വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നത് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പം അതിനകത്ത് സെറ്റ് ചെയ്ത് മുകളിൽ നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വയ്ക്കാം. എല്ലാം ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വേവിക്കാം. 10-15 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നടുക്കൊന്ന് കുത്തി നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കണം. കരിഞ്ഞു പോകരുത്. ഇതിവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ആ സൈഡൊക്കെ നന്നായിട്ട് ഇളവി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കുമ്പം വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നോക്കണ്ടോ, സൈഡൊക്കെ ഇളകി വന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്ക്. നല്ലൊരു പലഹാരമാണ്. പിള്ളേർക്കൊക്കെ വൈകുന്നേരം വരുമ്പം കൊടുക്കാം. ക്യാരറ്റൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരൊന്നും എനിക്കറിയില്ല. ഈ പലഹാരത്തിൻ്റെ പേര് എനിക്കറിയില്ല.